ജപ്തി ഭീഷണിയെ തുടർന്ന് തൃശൂരിൽ യുവാവ് ആത്മഹത്യ ചെയ്തു. കാഞ്ഞാണി സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് ബാങ്ക് ജപ്തി നടപടിയിലേക്ക് നീങ്ങിയിരുന്നുവെന്നാണ് സൂചന. വിവരങ്ങളുമായി സൂരജ് സജി ചേരുകയാണ് തൃശൂരിൽ നിന്ന്. സൂരജ്, ഒരു ജപ്തി നടപടിക്ക് മുൻപ് ചെയ്യേണ്ട പല കാര്യങ്ങളുമുണ്ട്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ബാങ്ക് ഇക്കാര്യങ്ങൾ ചെയ്തിരുന്നില്ലേ, അതോ ജപ്തി ഭീഷണിയുണ്ട് എന്നറിഞ്ഞപ്പോൾ തന്നെ ഇത്തരത്തിലൊരു കടുംകൈ കാണിക്കാൻ യുവാവ് തയ്യാറാവുകയായിരുന്നു? ക്രിസ്റ്റിന, ഈ വിഷ്ണുവിന് ഒരു 10 സെന്റ് സ്ഥലം അത് ഈ കാഞ്ഞാണിയിലുണ്ടായിരുന്നു. ഈ സ്ഥലത്ത് വീട് പണിയുന്നതിന് വേണ്ടിയാണ് വിഷ്ണു 8 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നത്. ഇതിൽ 8.25 ലക്ഷം രൂപ വായ്പ തിരിച്ചടയ്ക്കുകയും ചെയ്തു. അതിൽ ബാക്കി തുക 6 ലക്ഷം രൂപ അടയ്ക്കാനുണ്ട് എന്നുള്ളതാണ് ബാങ്ക് അധികൃതർ പറയുന്നത്. പക്ഷേ ഈ വായ്പ തിരിച്ചടവ് മുടങ്ങിയതോടു കൂടിയാണ് ബാങ്ക് ജപ്തി നടപടിയിലേക്ക് കടന്നത്. ഇന്ന് രാവിലെ ഈ വീടിന്റെ താക്കോൽ കൈമാറണമെന്ന് വിഷ്ണുവിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇത് പ്രകാരം വിഷ്ണു ഇന്ന് താക്കോൽ കൈമാറുകയും തുടർന്ന് ബന്ധുവിന്റെ വീട്ടിലേക്ക് മാറാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിരുന്നു. കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയായി ഈ ബന്ധുവിന്റെ വീട്ടിലേക്ക് ഇന്ന് മാറിക്കൊണ്ട് താക്കോൽ കൈമാറാനിരിക്കെയാണ് ഇന്ന് രാവിലെ വിഷ്ണുവിനെ വീട്ടിലെ മുറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ബന്ധുക്കളാണ് കാണുന്നത് തൂങ്ങി മരിച്ച നിലയിൽ വിഷ്ണുവിനെ കണ്ടെത്തുന്നത്. പിന്നീട് അന്തിക്കാട് പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു. അന്തിക്കാട് പോലീസ് വീട്ടിലെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ജില്ലാ ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റുകയും ചെയ്തു. ഈ പോലീസ് തന്നെ വ്യക്തമാക്കുന്നു ഇത്തരത്തിൽ വിഷ്ണുവിന് വായ്പയുണ്ടായിരുന്നു. ഈ വായ്പാ തിരിച്ചടവ് മുടങ്ങിയതാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ പ്രധാനമായും ഈ കോവിഡ് വന്നതോടുകൂടി വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങി. അതോടുകൂടി തന്നെ ഈ വായ്പ തിരിച്ചടക്കാൻ കഴിയാത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വിഷ്ണു പോയി എന്നുള്ളതാണ് ഈ പോലീസും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളും നാട്ടുകാരും എല്ലാം വ്യക്തമാക്കുന്നത്. നാട്ടുകാരും പറയുന്നത് വിഷ്ണുവിനെ സംബന്ധിച്ച് നല്ല രീതിയിൽ പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ എന്തു സംഭവിച്ചു എന്നുള്ള ഇത്തരം വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോയത് എങ്ങനെയാണ് എന്നറിയില്ല എന്നുള്ളത് നാട്ടുകാരും നമ്മളുമായി സംസാരിക്കുമ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്തായാലും വായ്പ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ വിഷ്ണു ആത്മഹത്യ ചെയ്തത് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരത്തിലേക്ക് നമുക്ക് പോയിട്ടുണ്ട്. എന്തായാലും തൃശൂരിൽ അങ്ങനെ വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് ഒരു യുവാവ് ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ക്രിസ്റ്റീന, സൂരജ്, ഈ വായ്പാ തിരിച്ചടവ് മുടങ്ങി ഇത്രയധികം രൂപ അടയ്ക്കാനുണ്ട്, സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അതിനൊക്കെ ഉപരിയായി ഈ ബാങ്കുമായി വിഷ്ണു നടത്തിയ ആശയവിനിമയം, അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതായത് പോലീസുമായി നമ്മൾ ഈ സംഭവത്തെ സംബന്ധിച്ചെല്ലാം സംസാരിക്കുമ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് 6 വർഷത്തോളമായി, അതായത് ഈ കോവിഡ് തുടങ്ങിയതിന് ശേഷം കുറച്ചു കാലങ്ങളായെല്ലാം തന്നെ തുടർച്ചയായി 1 രൂപ പോലും ഈ വായ്പ ആയി അടയ്ക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വിഷ്ണുവിന് ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് ബാങ്ക് ഈ ജപ്തി നടപടിയിലേക്ക് നീങ്ങിയത് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഇവർക്ക് പ്രയാസങ്ങൾ ഒഴിവാക്കുന്നതിനായി ബാങ്ക് തന്നെ ഇവരോട് ഈ താക്കോൽ ഇന്ന് നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. വീട് പൂട്ടി താക്കോൽ ഏൽപ്പിക്കാനാണ് ബാങ്ക് ആവശ്യപ്പെട്ടിരുന്നത്. ഇത് വിഷ്ണുവിനെ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുപ്രകാരം ഇന്ന് താക്കോൽ കൈമാറാം എന്ന് വിഷ്ണു തന്നെ ബാങ്ക് അധികൃതരെ അറിയിക്കുകയും ചെയ്താണ്. കുടുംബാംഗങ്ങളെ ഒരു ബന്ധുവിന്റെ വീട്ടിലേക്ക് മാറ്റാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിരുന്നു. അങ്ങനെ ഇന്ന് രാവിലെ ഈ ബന്ധു വീട്ടിലേക്ക് മാറാനിരിക്കെയാണ് വിഷ്ണു ഈ ആത്മഹത്യ ചെയ്തത്. 7 മണിയോടുകൂടി ഈ വീടിനുള്ളിലെ മുറിക്കുള്ളിൽ വിഷ്ണുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പിന്നാലെയാണ് ഇവർ പോലീസിന് വിവരം അറിയിക്കുന്നത്. പോലീസ് അവിടെ എത്തി ഇൻക്വസ്റ്റ് നടപടികളിലേക്കെല്ലാം കടന്നത്. 8 ലക്ഷം രൂപയായിരുന്നു വായ്പയായി ഈ വീട് പണിയുന്നതിന് വേണ്ടി. 10 സെന്റ് സ്ഥലമാണ്. ആ സ്ഥലത്ത് 1000 സ്ക്വയർ ഫീറ്റ് വീട് പണിയുന്നതിന് വേണ്ടിയാണ് ഈ 8 ലക്ഷം രൂപ വായ്പ എടുക്കുന്നത്. ആ വായ്പയിൽ പലപ്പോഴായി അടച്ച തുക 8.25 ലക്ഷം രൂപ പലപ്പോഴായി അടച്ചു എന്നുള്ളത് തന്നെയാണ് ബന്ധുക്കൾ സ്ഥിരീകരിക്കുന്നവരും. കൂടാതെ ഇപ്പോൾ ഈ ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന വിവരപ്രകാരം 6 ലക്ഷം രൂപ തിരിച്ചടവ് ഉണ്ടായിരുന്നു വിഷ്ണുവിന്. ഈ 6 ലക്ഷം രൂപ തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്നാണ് ജപ്തി നടപടിക്ക് ബാങ്ക് തയ്യാറായതെന്നും അതിനുവേണ്ടിയാണ് ജപ്തി നോട്ടീസ് എല്ലാം ബാങ്ക് നൽകിയത് എന്നുള്ളതുമാണ് പറയുന്നത്. തുടർന്ന് ഇന്ന് രാവിലെ ഈ വീടിന്റെ താക്കോൽ കൈമാറണമെന്ന് ബാങ്ക് നിർദ്ദേശിക്കുന്നു. അതുപ്രകാരം മറ്റൊരു ബന്ധുവിന്റെ വീട്ടിലേക്ക് മാറാനിരിക്കെയാണ് ഇന്നെന്തായാലും വിഷ്ണുവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ വീടിനുള്ളിൽ കണ്ടെത്തുന്നത്. ക്രിസ്റ്റീന, ശരി. തൃശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് സൂരജ് സജിയാണ്.